പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, തൊട്ടു മുമ്പ് നമ്മൾ ഈ അസെന്റ് ഓഫ് സാപ്പിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ഒരു ഫാക്ടറാണ് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദി ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറയാം. ഇപ്പൊ ജലം വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ സ്റ്റൊമാറ്റ വഴി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ലീഫിന്റെ അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും ഒക്കെ ഒരുപാട് സ്റ്റൊമാറ്റകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. The small opening on the undesirable, or we can say that it is seen on the lower as well as upper epidermis. ഇപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് അതിന്റെ പ്രസൻസ് കാണാൻ പറ്റും. It is opening on the underside of leaves are called stomata. So it is a small opening which are seen underside of both lower and upper epidermis is called stomata. അങ്ങനെയുള്ള സ്റ്റൊമാറ്റ വഴി ജലം നഷ്ടപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പലതരത്തിലുള്ള റോളുകളും ട്രാൻസ്പിരേഷൻ നിർവഹിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷൻ? Transpiration, it is a physiological process by which the excess of water is lost from the living tissue of plant in the form of water vapor is called transpiration. അപ്പൊ അമിതമായിട്ടുള്ള ജലം ഈ പറയുന്ന സ്റ്റൊമാറ്റ വഴി ട്രാൻസ്പിരേഷൻ പ്രക്രിയയിലൂടെ നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്റ്റൊമാറ്റയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചില സ്ട്രക്ചറുകളുണ്ട്. നോക്കാം, നിങ്ങൾക്ക് ഇവിടെ എപ്പിഡെർമൽ സെല്ല് കാണാം. എപ്പിഡെർമൽ സെല്ലിന്റെ ഉള്ളിൽ വി ക്യാൻ സേ ദാറ്റ് ഗോഡ് സെല്ല് കാണാൻ പറ്റും. ഈ ഗോഡ് സെല്ല് വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഗോഡ് സെൽ ചെയ്യുന്നത്. ആ ഗോഡ് സെല്ലിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. രണ്ട് പ്രധാനപ്പെട്ട ഗോഡ് സെൽസ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് സബ്സിഡറി സെല്ലുണ്ട്. സെല്ലിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. വളരെ വ്യക്തമായിട്ട് നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന ഒരു സ്ട്രക്ചറാണത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റൊമാറ്റ വഴിയാണ് വെള്ളം നഷ്ടപ്പെടുന്നത്. അങ്ങനെ ജലം നഷ്ടപ്പെടുന്ന പ്രക്രിയയുടെ പേരാണ് ട്രാൻസ്പിരേഷൻ. Transpiration is the process of water movement through the plant and it is evaporation from an aerial part such as leaves, stem and flowers. അപ്പൊ ലീഫിലൂടെയും സ്റ്റെമ്മിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസ്പിരേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. Transpiration is the process by which water vapor leave the living plant's body and enters the atmosphere. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന തണുപ്പൊക്കെ യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പിരേഷൻ ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്ലെസ്സിംഗ് ഫോർ ദി എൻറ്റയർ അറ്റ്മോസ്ഫിയർ, എൻറ്റയർ എക്കോസിസ്റ്റം, ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രീമിങ്. ഒരു പെർട്ടിക്കുലർ കോൾഡ് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഫീൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ മരത്തിന്റെ അടിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുളിർമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്രാൻസ്പിരേഷൻ വഴി ലഭിക്കുന്ന ജലത്തിന്റെ വെറ്റ്നസ് ആണ്. നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അക്കോർഡിംഗ് ടു റീസെന്റ് സ്റ്റഡീസ്, വളരെ പ്രധാനപ്പെട്ട സ്റ്റഡീസ് ഒക്കെ പറയുന്നത്, it has been revealed that about 10% of the moisture found in the atmosphere is released by plant through transpiration. അപ്പൊ അന്തരീക്ഷത്തിലെ വളരെ പ്രധാനപ്പെട്ട മോയ്സ്ചർ റിലീസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 10% ട്രാൻസ്പിരേഷൻ ആണ്. The remaining 90% is mainly supplied by evaporation from ocean, seas, lake, rivers, streams, etc. ബാക്കിയുള്ളത് മുഴുവനും ജലത്തിലോട്ട് ലഭ്യമാവുന്നത് പലതരത്തിലുള്ള പ്രോസസ് വഴിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ് ആണ് ഇവാപറേഷൻ. അത് നടത്തുന്നത് ഓഷ്യൻ ആണ്, അതല്ലെങ്കിൽ കടലാണ്, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്ട്രീമുകളാണ്. ഡ്യൂറിങ് ഡ്രൈ പീരീഡ്, വളരെ പ്രധാനപ്പെട്ട വേനൽക്കാല സമയത്ത് ട്രാൻസ്പിരേഷൻ ഇൻക്രീസ് ദ ലോസ് ഓഫ് വാട്ടർ ഇൻ ദ അപ്പർ ലെയർ ഓഫ് ദ സോയിൽ. പലപ്പോഴും ട്രാൻസ്പിരേഷൻ ചില സമയത്ത് ഉണ്ടാകുന്ന ഒരു അപകടം എന്താന്ന് വെച്ചാൽ അപ്പർ ലെയർ ഓഫ് ദ സോയിൽ പലപ്പോഴും ജലം നഷ്ടപ്പെടാനും ഈ പ്രവർത്തനം സാധ്യമാക്കാറുണ്ട്. വിച്ച് എഫക്ട് വെജിറ്റേഷനെ ബാധിക്കും. ഹോർട്ടിക്കൾച്ചറിലെ അഗ്രോണമിക് ഫീൽഡിനെയൊക്കെ വളരെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ് ട്രാൻസ്പിരേഷൻ. ഇപ്പൊ ട്രാൻസ്പിരേഷൻ ഒരുപാട് പ്ലസും ഉണ്ട്, അതോടൊപ്പം തന്നെ മൈനസ് ഉണ്ട്. ഒരുപാട് പ്ലസുകൾ തന്നെയാണുള്ളത്. എന്നിരുന്നാൽ പോലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില നെഗറ്റീവ് ആസ്പെക്ട്സും ട്രാൻസ്പിരേഷൻ ഉണ്ട്. പ്ലാന്റ് ട്രാൻസ്പിരേഷൻ ഈസ് പ്രറ്റി മച്ച് ഇൻവിസിബിൾ പ്രോസസ്. ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ പ്രറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ പ്രോസസ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഹെൽപ്പിംഗ് പ്ലാന്റ് ഇൻ ഡിഫറെന്റ് വേസ്. ട്രാൻസ്പിരേഷൻ ഈസ് എ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണ്. എന്താണ് ആ പ്രോസസ്? ഇറ്റ് ഈസ് ആൻ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ് ആൻഡ് ട്രീസ്.
Approximately 90% of all water taken up by plant is lost of transpiration. പ്രധാനമായിട്ടും ഒരു 90% വെള്ളവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ട്രാൻസ്പിരേഷൻ വഴിയാണ്. സോ ദിസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് transpiration. Then another important character is transpiration is the final step in continuous water pathway that start from the soil into plant roots and end as a passes into the atmosphere. ഇപ്പൊ സ്വാഭാവികമായിട്ടും ട്രാൻസ്പിരേഷൻ വഴി പലപ്പോഴും ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് ജലത്തിന്റെ ലഭ്യത ഉണ്ടാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. Then 98% of plant energy is used in the work of transpiration. 98% of the plant energy is used in the work of transpiration. അപ്പൊ പലപ്പോഴും ഒരു 98% പലപ്പോഴും ചെടികളുടെ എനർജി ഉപയോഗിക്കുന്ന ട്രാൻസ്പിരേഷന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ കഴിയും. ട്രാൻസ്പിരേഷൻ റേറ്റ്സ് ആർ ഹയസ്റ്റ് ഇൻ ലീവ്സ്. ഏറ്റവും കൂടുതൽ ട്രാൻസ്പിരേഷന്റെ റേറ്റ് കാണുന്നത് ലീഫിലാണ്. ട്രാൻസ്പിരേഷൻ ഈസ് ആൻ എലഗന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. സസ്റ്റൈനബിൾ നേച്ചർ ഡിസൈൻ that perform its vital function without electricity, without fossil fuel and without moving parts. അപ്പൊ ട്രാൻസ്പിരേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ഒരു എനർജി ഇല്ലാതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പിരേഷന്റെ ടെൻഷൻ അനുസരിച്ച് പലപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവുകയും ആ പ്രഷറിന് ആനുപാതികമായിട്ട് വെള്ളം മുകളിലോട്ട് കയറുകയും ചെയ്യുന്നു. അന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, ദാറ്റ് ഈസ് കോൾഡ് കോഷൻ ടെൻഷൻ തിയറി. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മെനി സീറിക് പ്ലാന്റ്സ് ഹാവ് സ്മോൾ ലീവ്സ്. പലപ്പോഴും പല സീറോഫൈറ്റിക് പ്ലാന്റ്സിന് ചെറിയ ലീഫ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രാൻസ്പിരേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സിൽവറി റിഫ്ലക്റ്റീവ് ലീവ്സ് ഉണ്ടാവാറുണ്ട്. ഹെയറി ലീവ്സ് ആൻഡ് or produce essential oil, which are all strategies to reduce transpiration by reducing evaporation. പല പ്ലാന്റുകളിലും ട്രാൻസ്പിരേഷന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പലതരത്തിലുള്ള മെക്കാനിസംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മെക്കാനിസംസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഇമ്പോർട്ടന്റ് മെക്കാനിസംസ് ആർ, എന്തൊക്കെയാണ് മെക്കാനിസം നോക്കൂ നിങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ് മെക്കാനിസം? that is silvery reflective leaves, hairy leaves and produce essential oil, which are all strategies to reduce transpiration by reducing evaporation. Then what are the importance of എന്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഉള്ള ട്രാൻസ്പിരേഷൻ? വി ക്യാൻ സി ദർ ആർ ഡിഫറെന്റ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്രാൻസ്പിരേഷനുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ട്രാൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് വെള്ളം ഈ ഒരു രീതിയിലാണ്, വാട്ടർ കുമിളകൾ ഇങ്ങനെ വാട്ടർ വേപ്പറായിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രാൻസ്പിരേഷൻ ഈസ് വെരി യൂസ്ഫുൾ പ്രൊസീജിയർ ഫോർ ദ പ്ലാന്റ്സ്. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ്ഫുൾ പ്രൊസീജിയർ ആണ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. Or we can say that which creates negative pressure gradient that help it create negative pressure gradient that help draw water and minerals up through the plant from its root. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. എന്തിന്? ഈ പറഞ്ഞ ട്രാൻസ്പിരേഷൻ നടന്നാൽ മാത്രമേ ജലം അബ്സോർബ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് എലമെന്റ്സും ഉള്ളിലോട്ട് പോവാറുണ്ട്. ഇറ്റ് ഹെൽപ് ടു കീപ് ദ പ്ലാന്റ് കൂൾ ഓൺ ദ ഹോട്ട് വെദർ, എ മെത്തേഡ് ഓഫ് ഇവാപറേറ്റിംഗ് കൂളിംഗ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂളിംഗ് മെത്തേഡ് കൂടിയാണ്. സപ്പോർട്ട് ഫോട്ടോസിന്തസിസ് ആൻഡ് എൻകറേജസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഹെൽപ്പിംഗ് മെയിൻറ്റെയിൻ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ പലതരത്തിലുള്ള ഗ്യാസസിന്റെയും ബാലൻസ് ചെയ്യിപ്പിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ട്രാൻസ്പിരേഷൻ പ്രോസസ് ആണ്. സോ ട്രാൻസ്പിരേഷൻ വിച്ച് മാനേജ് ഡിഫറെന്റ് പ്രോസസ്, they always maintain levels of carbon dioxide, oxygen in the atmosphere. So it is a most important part of the plant process. Then it also play a significant part in global hydrological cycle. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ നിർവഹിക്കുന്ന ആൾ കൂടിയാണ്. റിലീസ് approximately 10% of water back into the environment. അന്തരീക്ഷത്തിൽ ഒട്ട് 10% ജലത്തിന് ലഭ്യമാക്കുന്നതും ഇത്തരത്തിലുള്ള ട്രാൻസ്പിരേഷൻ ആണ്. Produces 90 to 450 kilogram of water for each pound of solid material produced by the plant. Produces 90 to 450 kilogram of water. ദൈനംദിനമായിട്ട് പല സമയത്തും ചെടികളിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. Create water vapor that form into fog and clouds. പലപ്പോഴും ഇത് ക്ലൗഡുകൾ ഉണ്ടാക്കുന്നത്, മഴ ലഭ്യമാക്കുന്നതൊക്കെ ലഭ്യമാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രോസസ് ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ട്രാൻസ്പിരേഷൻ ഈസ് ആൾസോ ദ റീസൺ വൈ ദർ ഈസ് എ ഹയർ ഹ്യൂമിഡിറ്റി ഇൻ പ്ലേസസ് വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റേഷൻ കവർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പല സ്ഥലത്തൂടെയും പോകുന്ന സമയത്ത് മരങ്ങളുടെ തണലുണ്ടാകുന്ന സമയത്ത് അറിയാതെ നമുക്ക് അവിടെ നിന്നു പോകും. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കുളിർമയുണ്ട്. കുളിർമയുടെ കാരണം എന്താണ്?
ആ കുളിർമയുടെ കാരണം എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ട്രാൻസ്പിരേഷൻ ത്രൂ പ്ലാന്റ് സ്റ്റൊമാറ്റ ഈസ് ദ മെയിൻ പാത്വേ ഫോർ വാട്ടർ എൻറ്ററിങ് ദ അറ്റ്മോസ്ഫിയറിക് ഓവർലാൻഡ്. ഈ പറയുന്ന പ്രോസസ്സിൽ വളരെ പ്രധാനപ്പെട്ട പണി നടത്തുന്നത്, പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്നത് സ്റ്റൊമാറ്റകളാണ്. To a water resources person, transpiration is considered a loss to the watershed. If plant could somehow use less water, the amount saved would remain on the ground to increase recharge. ഇപ്പൊ പലപ്പോഴും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ് എൻവിറോൺമെന്റിൽ ജലത്തിന്റെ സസ്റ്റൈനബിലിറ്റി, ജലത്തിന്റെ സുസ്ഥിരത ഭൂമിയിൽ നിലനിർത്തുന്നത് കൂടി ഈ പറയുന്ന the most blessed transpiration process ആണ്. So transpiration is the most important, elegant and pretty precious process of the environment. ഇനി ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്പിരേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്? We can say that there are three important type of transpiration. One is called as stomatal transpiration by the help of stomata. Another one is the cuticular transpiration by the help of cuticle. Another one is lenticular transpiration by the help of lenticels. ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട കാറ്റഗറി ഓഫ് ട്രാൻസ്പിരേഷൻ. On the basis of the passage through which plants give out water in the form of vapor transpiration, it is of classified into three types. ഏത് വഴിയിലൂടെയാണ് ജലത്തിനെ നഷ്ടപ്പെടുത്തുന്നത് ചെടികൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് ട്രാൻസ്പിരേഷനെ നമുക്ക് തരംതിരിക്കാം. They are called stomatal transpiration, cuticular transpiration and lenticular transpiration. നോക്കൂ നിങ്ങൾ, സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. Transpiration that occurs through stomata is called stomatal transpiration. അല്ലെ, സ്റ്റൊമാറ്റ വഴി നടത്തുന്ന ട്രാൻസ്പിരേഷനാണ് സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. This type of transpiration only occurs in presence of sunlight. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രാൻസ്പിരേഷൻ നടക്കാറുള്ളൂ. പലപ്പോഴും ഇത് പകൽ സമയത്താണ് നടക്കാറ്. Because stomata open in the present of sunlight and close in the darkness. സ്റ്റൊമാറ്റ എപ്പോഴും ഓപ്പൺ ആയി നിൽക്കുന്നത് പകലിലും അതോടൊപ്പം തന്നെ സൂര്യപ്രകാശമുള്ള സമയത്തുമാണ്. In this method, plant give out 80 to 90% of water in the form of vapor. ഈ വഴി 80 to 90% വരെ ചെടികൾ വെള്ളത്തിനെ ഈ തരത്തിലൂടെ ട്രാൻസ്പിരേഷൻ വഴി പുറത്തോട്ട് വിടാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റൊമാറ്റയും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽ അനാറ്റമിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ദിസ് ഇസ് ആക്ച്വലി ദ സ്റ്റൊമാറ്റ. ഇവിടെ ലോവർ സ്റ്റൊമാറ്റയാണ് കാണിച്ചിട്ടുള്ളത്. ദിസ് ഇസ് കോൾഡ് ക്യൂട്ടിക്കിൾ. The next one is called cuticular transpiration. എന്താണ് cuticular transpiration? Transpiration that occurs through the cuticle. ഇതാണ് ക്യൂട്ടിക്കിൾ. നമുക്കറിയാം വളരെ വ്യക്തമായിട്ടുള്ള വാക്സി ക്യൂട്ടിക്കിൾ. അങ്ങനെ ക്യൂട്ടിക്കിൾ വഴി ചില സമയത്ത് ജലം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ that process is called cuticular transpiration. Okay, transpiration that occurs through the cuticle or cracks of thin cuticle layer of leaves and stem is said to be the cuticular transpiration. This is a day and night process. രാത്രിയും പകലുമായി നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. In this process 5 to 10% water is given out the form of vapor. അപ്പോൾ വളരെ ചെറിയ ശതമാനം മാത്രമേ ഈ വഴി ജലം നഷ്ടപ്പെടുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ജലം നഷ്ടപ്പെടുന്നത് എന്ത് വഴിയാണ്? സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ വഴിയാണ്. But in the case of cuticular transpiration, only limited amount of water is getting transported, or we can say that released. Now the next one is called lenticular transpiration. എന്താണ് lenticular transpiration? This is actually the lenticels. ഇവിടെ കാണാൻ പറ്റും, ചില ചെടികളിൽ നമുക്ക് ലെൻറ്റിസെൽസ് കാണാൻ പറ്റും. എന്താണ് lenticular transpiration? The transpiration occurs through a lenticels, the small opening in the corky tissue covering stem and sticks, and this type of transpiration is said to be the lenticular transpiration. In this process, only 0.1% of water is given off in the form of water vapor. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രോസസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പിരേഷൻ. ഒന്ന് സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ, second one cuticular transpiration, and third one is called lenticular transpiration. So today we are discussed about what is transpiration, what is the characters of transpiration, what are the significance of transpiration, what are the importance of transpiration, and what are the important type of transpiration. There are three important type of transpiration. They are stomatal transpiration, then cuticular transpiration, and lenticular transpiration. Okay.